ചെറിയ കുട്ടികളെ ഗുഹ്യഭാഗം തൊട്ടുപോയാൽ വുളു മുറിയുമോ? അതേപോലെ മയ്യത്തിൻ്റെ ഗുഹ്യഭാഗം തൊട്ടാൽ വുളു മുറിയുമോ? ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് രക്തം പൊടിഞ്ഞാൽ വുളു മുറിയും? ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും മാറിക്കിട്ടാൻ നവാഖിലുൽ വുളു അഥവാ വുളു മുറിക്കുന്ന വെറും 4 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 1. തയക്കുനു ഖുറൂജ് ഷൈഇൻ ഗൈരി മനീഹി. മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ സ്വന്തം മനീയല്ലാത്ത സ്പേമല്ലാത്ത വല്ലതും പുറപ്പെട്ടു എന്ന് ഉറപ്പുണ്ടാവുക. 2. സവാലു അഖിലിൻ ബി സക്കിരിൻ ഔ ജുനൂനിൻ ഔ ഇഗ്മായിൻ ഔ നൗമിൻ. ഉറക്ക്, ബോധക്ഷയം, ഭ്രാന്ത്, മസ്ത്, ഈ 4 കാര്യങ്ങളെ കൊണ്ട് ബുദ്ധി നീങ്ങിപ്പോവുക. ഇരിപ്പിടം ഉറപ്പിച്ചുകൊണ്ട് ഇരുന്നുറങ്ങുന്നത് കൊണ്ടോ തൂങ്ങി ഉറങ്ങുന്നത് കൊണ്ടോ വുളു മുറിയുന്നില്ല. തൂങ്ങിയുറക്കിൻ്റെ അടയാളങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അടുത്തുള്ള ആൾക്കാരുടെ സംസാരം അവന് കേൾക്കാൻ സാധിക്കും. 3. മസ്സു ഫർജി ആദമീൻ ബി ബാത്തുനിൽ കഫി. കയ്യിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യഭാഗം സ്പർശിക്കുക. ചെറിയ മക്കളെ ഗുഹ്യഭാഗം സ്പർശിച്ചാലും വുളു മുറിയും. 4. തലാഖൈ ബഷറത്തൈ ദക്കരി മോങ്സ. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. തൊലി എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ മുടി നഖമൊക്കെ തൊട്ടുപോയതുകൊണ്ട് വുളു മുറിയുന്നില്ല.